ഈ ഇടക്കിടക്ക് പിണങ്ങുന്ന സ്വഭാവം അത്ര വലിയ നല്ലതല്ല എന്ന് പറയാൻ നമ്മൾ കേട്ടിട്ടുണ്ട്. പക്ഷെ ബന്ധങ്ങളിൽ ഈ പിണക്കം സ്വാഭാവികമാണ്. ഇണക്കവും പിണക്കവും ഇല്ലെങ്കിൽ എന്ത് ബന്ധം അല്ലേ? എന്നാൽ ചിലരുണ്ട്, എന്തെങ്കിലും ഒരു കാരണം കണ്ടെത്തിയിട്ട് അങ്ങ് പിണങ്ങും. ഈ പിണക്കം മാസങ്ങൾ നീണ്ടു നിൽക്കും. ഇവന്മാരധികവും രക്തബന്ധമുള്ള ആൾക്കാരായിരിക്കും. ഉപ്പാൻ്റെ ഏട്ടൻ അനിയൻ, ഏട്ടൻ്റെ മക്കൾ, അനിയൻ്റെ മക്കൾ, ഉമ്മാൻ്റെ ഏട്ടത്തിൻ്റെ മക്കൾ, ഇങ്ങനെ ബന്ധുക്കളിൽ എന്തെങ്കിലും ഒരു പ്രശ്നം കണ്ടെത്തിയിട്ട് ആ വീടുമായിട്ട് യാതൊരു ബന്ധവും കീപ്പ് ചെയ്യാതെ നിൽക്കുന്ന ആൾക്കാർ. എന്നാൽ മറ്റു ചിലരുണ്ട്, അവരും പിണങ്ങും. പക്ഷേ ആ പിണക്കം മാറ്റാനായിട്ട് അവരേത് റിസ്ക്കും എടുക്കും, ഏതറ്റം വരെയും സഞ്ചരിക്കും, എന്നിട്ട് ആ പിണക്കം മാറ്റിയിരിക്കും. ഒരു പക്ഷേ ആ തെറ്റ് അവരുടേതായിരിക്കില്ല, എങ്കിലും അവർ സ്വയം കുറ്റമേറ്റെടുക്കും, എന്നിട്ട് പിണക്കം മാറ്റും. എൻ്റെ അഭിപ്രായത്തിൽ ഞാൻ പറയുക, നല്ല മനുഷ്യന്മാർ ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇത്തരക്കാരെയാണ്. പിണങ്ങി നിൽക്കുന്ന ആൾക്കാരെ വീണ്ടും ഇണക്കാൻ ശ്രമിക്കുന്നവർ, എന്ത് റിസ്ക് എടുത്തിട്ടും അവരുമായിട്ടുള്ള ബന്ധം വീണ്ടും ഊട്ടി ഉറപ്പിക്കുന്നവൻ. നമ്മൾ ഇട്ട ഷർട്ട് നമ്മൾ തന്നെ ഊരുമെന്നൊരു ഉറപ്പുമില്ല, ഒരു സോറി പറയാൻ ചാൻസ് കിട്ടിക്കണമെന്നൊരു ഉറപ്പുമില്ല. ഒരു പിണക്കവും നീണ്ടു നിൽക്കാതിരിക്കട്ടെ. കാരണം ഒരു ഗ്യാരണ്ടി ഇല്ലാത്ത നമ്മളാണ് തീർത്താൽ തീരാത്ത പകയെ ഉള്ളിൽ വെച്ച് ചെറിയൊരു അഭിപ്രായ വ്യത്യാസത്തിൻ്റെ പേരിൽ പിണങ്ങി നടക്കുന്നത്. ഈ വീഡിയോ കണ്ട ഉടനെ ആരോടെങ്കിലും പിണക്കമുണ്ടെങ്കിൽ ആ പിണക്കം മാറ്റാൻ എന്ത് ശ്രമം നടത്തും എന്നാലോചിക്കുമെന്ന് വിശ്വസിക്കുന്നു. താങ്ക് യു.